നമസ്കാരം. ജയ് മഹേന്ദ്രൻ OTT പ്ലാറ്റ്ഫോമിൽ ഏറ്റവും പുതിയതായി റിലീസായിരിക്കുന്ന മലയാളം വെബ് സീരീസാണ്. ഇതിൽ സൈജു കുറുപ്പാണ് പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. സൈജു കുറുപ്പിനൊപ്പം സുഹാസിനി, സുരേഷ് കൃഷ്ണ, മിയ എന്ന പ്രശസ്തരായ താരങ്ങളും അണിനിരക്കുന്നുണ്ട്. ഒരു വില്ലേജ് ഓഫീസും അതിൽ ജോലി ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥരും അവരെ ചുറ്റിപ്പറ്റി ഓരോ ആവശ്യങ്ങൾക്കായി വരുന്ന കഥാപാത്രങ്ങളും ഇവരുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ കുത്തിത്തിരിപ്പും ഇവർ തമ്മിലുള്ള ഇഷ്യൂസും പിന്നെ ബാക്കി നമ്മൾ എന്തൊക്കെയാണോ വില്ലേജ് ഓഫീസിൽ കൂടെ കടന്നു പോകുന്ന അതെല്ലാം ഒത്തിണക്കി അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ജയ് മഹേന്ദ്രൻ. ഇതിന്റെ ഒരു വലിയ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ നമ്മൾ 90കളിലൊക്കെ കണ്ടിട്ടുള്ള ജയറാമിന്റെ സിനിമകളിലെ ചില സോഫ്റ്റ് കോമഡീസ്, ചില നല്ല നർമ്മങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരുപാട് സീനുകൾ ജീവിതത്തിൽ നിന്ന് നേരിട്ട് പകർത്തിയെടുത്തതുപോലുള്ള കുറെ രംഗങ്ങൾ, അത്തരത്തിലൊക്കെയുള്ള ഒരു റീക്യാപ്പ് പോലെയായിരുന്നു ഈ ഒരു വെബ് സീരീസിലും നമുക്ക് കാണാനിടയാക്കിയത്. ഞാൻ ജയറാമിന്റെ പേര് പറയാൻ കാരണം ഈ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന് പറയുന്ന ഒരു സിനിമ, അതാണ് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലേക്ക് വന്നത്. കാരണം അതിലും സെക്രട്ടേറിയറ്റിൽ ആ കാലത്ത് നടക്കുന്ന ചൂഷണങ്ങളും മറ്റു പ്രശ്നങ്ങളും അതിനെ ചുറ്റുപറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സിനിമയുടെ പ്രധാന പശ്ചാത്തലം. ഇതില് ഇപ്പൊ പോസിറ്റീവ്സിൽ തന്നെ ഇത് പറയാൻ കാരണം ഇതിലൊരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസിലോട്ട് പോയി എങ്ങനെ ഇരിക്കും. ഇതിൽ ഇപ്പം വന്ന ഒരു മാറ്റത്തിന്റെ ഒരു പ്രധാന കാരണം ഈ ജോലി ചെയ്യുന്ന എല്ലാവരും ഉഴപ്പന്മാരല്ല, അല്ലെ അവിടെ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരും കുഴപ്പക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈക്കൂലി വാങ്ങിക്കുന്നവരോ ഒന്നുമല്ല. അത് വ്യക്തിപരമായി ഇപ്പം ഈ അടുത്തൊക്കെ വില്ലേജ് ഓഫീസിൽ പോയവർക്ക് മനസ്സിലാവും, ഒരുപാട് മാറിയിട്ടുണ്ട് അവിടുത്തെയൊക്കെ രീതികൾ. അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെയും ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്ക് കാണാം. ചെറുപ്പക്കാരെ മാത്രമല്ല, സീനിയേഴ്സിലും ഉണ്ട് അത്തരത്തിലുള്ള കർമ്മനിരതരായിട്ടുള്ളവരൊക്കെ ഇതിലും ഉണ്ടത്. എന്നാൽ അത്തരത്തിൽ രഹസ്യമായി കൈക്കൂലി വാങ്ങിക്കുന്നവരും അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോ പാരിതോഷികങ്ങൾ ഇൻഡയറക്ട്ലി വേണം എന്നൊക്കെ പറഞ്ഞുമൊക്കെ ശാഠ്യം പിടിച്ചുണ്ടാകുന്നതൊക്കെ ഇതിൽ നമുക്ക് കാണാം. പിന്നെ ഈ OTTയിൽ വരുന്ന വെബ് സീരീസുകളുടെ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ ത്രില്ലറും അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ പോലുള്ള വിഷയങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പം ഇത്തരത്തിൽ വരുന്ന ഈ ഹ്യൂമർ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഫാമിലി ബേസ് ചെയ്തൊക്കെ വരുന്ന സബ്ജക്റ്റുകൾ വളരെ ഒരു സൂത്തിങ് ഫീലിംഗ് ആണ്. പ്രത്യേകിച്ചും ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇത്തരത്തിലുള്ള ഒരു എപ്പിസോഡൊക്കെ കണ്ടിട്ട് കിടക്കുമ്പോൾ ഒരു മാനസികമായിട്ടൊരു വളരെ റിലാക്സിങ് മൂഡ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിപ്പം സൈജു കുറുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈജു കുറുപ്പ് OTTയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആവുകയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ മുമ്പ് ഉള്ള നമ്മുടെ വെബ് സീരീസിൽ നമ്മൾ ചർച്ച ചെയ്തു, ഈ OTT ഉണ്ടാക്കുന്ന ഒരു അനേകം അവസരങ്ങൾ, ഇതുപോലുള്ള ഒരു സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന ഹീറോസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസരങ്ങൾ അത് വിലമതിക്കാനാവാത്തതാണ്. ഇദ്ദേഹത്തിന് തന്നെ ഈ അടുത്തിടെ കണ്ട ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ, ഇത് തിയേറ്ററിൽ അത് ഓടിയില്ല എന്ന് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം ഒരു കാലത്ത് നമുക്കൊക്കെ എത്ര കണ്ടാലും ഇപ്പോഴും എടുക്കാത്ത ഗജകേസരി യോഗം അല്ലെ അയലത്തെ അദ്ദേഹമൊക്കെ പോലുള്ള ഒരു സിനിമ പോലെയായിരുന്നു ഭരതനാട്യം. അതിന്റെ ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഭരതനാട്യത്തെ കുറിച്ച് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാലും അത് OTT പ്ലാറ്റ്ഫോമിൽ ആ സിനിമ വലിയ വിജയമായത് സൈജു കുറുപ്പിനും അല്ലെങ്കിൽ അതിന്റെ അണിയർ പ്രവർത്തകർക്കും നന്നായി ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ച് ജയ് മഹേന്ദ്രനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, ഇവരൊക്കെ ശരിക്കും വില്ലേജ് ഓഫീസിൽ ജോലിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു മേക്കിങ്ങും ഇവരുടെയൊക്കെ പ്രകടനങ്ങളും വന്നിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയിരിക്കുകയാണ്. ഇപ്പൊ സുരേഷ് കൃഷ്ണയൊക്കെ ഇത്രയൊക്കെ കോമഡി ചെയ്യുമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു സുരേഷ് കൃഷ്ണയുടെ ഒക്കെ പെർഫോമൻസുകൾ. ചില തമാശകളൊക്കെ ഏച്ചു കിട്ടിയ പോലെ ആയിരുന്നെങ്കിൽ പോലും ഇവർക്കൊക്കെ ഇനിയും ബാക്കിയുണ്ട് ഇവരിലൊക്കെ അഭിനയവും കഴിവുകളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഇതിലെ ഓരോ രംഗങ്ങളും. പിന്നെ അത്യാവശ്യം 6 എപ്പിസോഡും എൻഗേജ് ചെയ്തൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഈ മലയാളം വെബ് സീരീസുകൾ കുറച്ചുകൂടെ മൊത്തത്തിൽ കോമ്പീറ്റൻസി കൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മുമ്പ് 1000 ബേബീസിന്റെ പറഞ്ഞപ്പോഴും നമ്മളത് ചർച്ച ചെയ്തതാണ്, അല്ലെ നമ്മളിത് ഇവിടെ സൂചിപ്പിച്ചതാണ്. ഇത് കോമ്പീറ്റ് ചെയ്യുന്ന കണ്ടന്റ്, മലയാളത്തിലെ ഈ വെബ് സീരീസ് മേക്ക് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടന്റ്, സിനിമയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അത് വഴിമാറി വെബ് സീരീസിൽ വരുന്നതിൽ തെറ്റില്ല. പക്ഷെ വെബ് സീരീസിന്റെ ഒരു പാറ്റേണും കാര്യങ്ങളും
നന്നായി ഹോംവർക്ക് ചെയ്യേണ്ടത് വലിയ അത്യാവശ്യമാണ്. അത് ഇത്തരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമുകൾക്ക് ഇത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും കൂടെയാണ്. കാരണം ആദ്യമൊക്കെ സിനിമാ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടിരുന്നത് OTTയിൽ ആദ്യമൊക്കെ വന്നിരുന്ന സിനിമകളോ ഒക്കെ സ്റ്റാർഡം ഒന്നും നോക്കിയിട്ടായിരുന്നില്ല ഇതുപോലെ പല OTT പ്ലാറ്റ്ഫോംസും സ്വീകരിച്ചത്, വിച്ച് ഈസ് വെരി ഗുഡ്. സ്ക്രിപ്റ്റ് തന്നെയാണ് ദൈവം, അല്ലെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഹീറോ അല്ലെ ഹീറോയിൻ എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ഞാനും വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വേണം അതിന്റെ ഒരു സെലക്ഷൻ പാറ്റേൺ പോവാനെന്നും ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമുകൾക്ക് മേക്കേഴ്സ് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നല്ല പാറ പോലെ ഉറച്ച ഒരു 6 എപ്പിസോഡുകൾ അല്ലെ ഒരു 10 എപ്പിസോഡുകൾ അവർക്ക് തിരിച്ചു നൽകുക എന്നുള്ളതാണ്. ഏത് ഭാഷക്കാർക്കും എൻഗേജ് ചെയ്തിരുന്ന് കാണാവുന്നത്. അത് ഒരു ചെറിയ പോരായ്മ ഇതിൽ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കോമഡിയൊക്കെ ആണെങ്കിലും ഇച്ചിരി പഴയ ടൈപ്പ് കോമഡികളൊക്കെയാണ്. പാമ്പിനെയൊക്കെ കാണുമ്പോൾ ഞെട്ടുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഓടുന്ന പോലുള്ള ചില തമാശകളൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ടൊക്കെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പവി ടേക്ക് കെയർ എന്നുള്ള സിനിമ കാണുമ്പോൾ തോന്നുന്ന ഒരു ഇതൊക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന പോലുള്ള ഒരു ചെറിയൊരു ചെടിപ്പ് തോന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ സുഹാസിനിയുടെ ഒക്കെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഷി വാസ് നോട്ട് യൂട്ടിലൈസ്ഡ്. സുഹാസിനിയെ പോലൊക്കെയുള്ള ഒരു ടാലന്റ് ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അഭിനയ സാധ്യതകളുള്ള വേഷങ്ങൾ അല്ലെ അവരെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ കൊടുക്കണം. ഇപ്പം 1000 ബേബീസിൽ നീന ഗുപ്തയ്ക്ക് കൊടുത്ത പോലൊക്കെയുള്ള ഒരു സ്പോട്ടൊക്കെയാണ് ഇനിയും സുഹാസിനിയെ മാഡത്തിനെയൊക്കെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ബാക്കിയുള്ളത് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പൊ അത്തരത്തിൽ പക്ഷെ സൈജു കുറുപ്പിനെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. ഇപ്പം നെഗറ്റീവ്സിന് പുറത്തു നമ്മൾ ഫൈനൽ വേർഡിക്കിലോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സ്പേസ് ഈ ഒരു എന്താണ് ഇപ്പം നടന്മാരുടെ ഒരു തള്ളിച്ചയാണ് മലയാള സിനിമയിൽ. 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ നിലകളിലൊക്കെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം OTTയിലെ സൂപ്പർ സ്റ്റാർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. OTTയിൽ ഭരതനാട്യവും ഇതും ജയമഹേന്ദ്രനും അടുപ്പിച്ച് 2 സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിനൊരു വീട്ടിലെ ഓഡിയൻസിലേക്ക് അടുത്ത വീട്ടിലെ പയ്യൻ എന്നുള്ള രീതിയിൽ വളർന്നു വരുന്ന ഒരു നടൻ സൈജു കുറുപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്റെ ഭാവങ്ങൾ നേരുന്നു. അപ്പോൾ വെർഡിക്റ്റ് ഇതാണ്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു OTTയിൽ നമുക്കിരുന്ന് കാണുമ്പോൾ നമുക്ക് വേറെ റിസ്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും പോസ് ചെയ്യാനും മാറ്റാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്തരത്തിൽ മാറ്റാൻ തോന്നാത്ത നമുക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അല്ലാതെ ഇതൊരു മസ്റ്റ് വാച്ച് അല്ല. പക്ഷേ ഇറ്റ് ഈസ് വാച്ചബിൾ ഇൻ OTT. താങ്ക് യു.